കൗതുക കേരളം, കമനീയ കേരളം. ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ നാട്. കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു 10:30 വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ കവലകളിൽ തുറന്നിരിക്കുന്ന 3-4 കടകളുണ്ട്. ആ കടകളിൽ ഓരോ കടയുടെയും മുന്നിൽ ഒരു 15 മുതൽ 30 വരെയുള്ള ആളുകളുടെ ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തിലൊന്നും ഒരു 35 വയസ്സ് കഴിഞ്ഞ ഒരാൾ പോലും ഉണ്ടാവില്ല. എല്ലാം 17, 18, 19, 20 വയസ്സിൻ്റെ ചുറ്റുപാടുകളിലുള്ള ആളുകളാണ്. ഇപ്പോൾ നോമ്പായത് കാരണം എല്ലാ പള്ളികളിലും രാത്രി കുറേ നേരം പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ ധാരാളമായി കുട്ടികളൊക്കെ വരുന്നു എന്ന് വീട്ടുകാർക്ക് തോന്നുന്നു. വീട്ടുകാരവരെ പറഞ്ഞു വിടുന്നു, പള്ളിയിൽ പോടാ, നോമ്പല്ലിയോടാ, തറാവീഹില്ലിയോടാ, ഇഷായിക്ക് പോടാ എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. ഈ വിടുന്ന കുട്ടികൾ ഒരു 10-15% ഒഴിച്ചുള്ളത് മുഴുവൻ പുറത്ത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. പണ്ടത്തെ കാലത്ത് 7 മണി 8 മണി കഴിഞ്ഞാൽ പിന്നെ കവലയിലുണ്ടാകുന്ന ആൾക്കൂട്ടത്തിൽ കുട്ടികളെ കാണാനാവില്ല. കൂലിപ്പണിക്കോ തൊഴിലിനോ ഒക്കെ പോയിട്ട് വന്ന ആളുകൾ കുളിച്ച് വൃത്തിയായി അവരെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വെറ്റയും പൊയിലയും വാങ്ങാനോ അല്ലെങ്കിൽ ചായക്കടയിൽ എന്തെങ്കിലും പൊരിപ്പ് സാധനം വാങ്ങാനോ ഒക്കെ വരുന്ന ആളുകളുടെ കാര്യങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ഇത്തരം കുട്ടികളായി എല്ലാ ജംഗ്ഷനുകളിലും കടകൾക്ക് മുമ്പിലും പല സ്ഥലങ്ങളിലുമൊക്കെ. ഞാനതിനെക്കുറിച്ച് ഇന്നലെ രാത്രി ചിന്തിച്ചപ്പോൾ ഈ കുട്ടികളുടെ സംഗതിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നു, സംഗതിയൊക്കെ ചെയ്യുമ്പോഴും പണ്ട് നമ്മുടെ ചെറുപ്പത്തിലും നമ്മൾ ഇതിനേക്കാൾ ധൈര്യശാലികളായിരുന്നു. പട്ടിയെ കല്ലെറിഞ്ഞിട്ട് ഓടിച്ചിട്ടുണ്ട്. ഉള്ള കാട്ടിലൂടെ എല്ലാം കോഴിയെ പിടിക്കാനും ആടിനെ ഓടിക്കാനും താറാവിനെ ഓടിക്കാനും ഒക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. സന്ധ്യയ്ക്ക് വരെയൊക്കെ റേഷൻ കടയിലും മറ്റുള്ള കടകളിലും ഒക്കെ പോയി നിന്ന് ഒന്നെങ്കിൽ കടയിൽ തൂക്കിക്കൊടുത്തു. എൻ്റെ വാപ്പയ്ക്ക് റേഷൻ കടയായിരുന്നതുകൊണ്ട് ഓണനാളോ വിശേഷ ദിവസങ്ങളോ പഞ്ചസാരയും മണ്ണെണ്ണയും വരുമ്പോഴൊക്കെ നമ്മൾ സഹായിക്കാൻ പോയിട്ട് രാത്രി വരണം. പിന്നെ പശുവിന് കച്ചി വാങ്ങാനായിട്ട് നമ്മൾ പോകണം. ഇങ്ങനെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളെക്കാൾ നിർഭയത്വം നമുക്കും ഉണ്ടായിരുന്നു. എങ്ങനെ നിർഭയത്വം? ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ ആ ധൈര്യത്തിനപ്പുറം നമ്മളെ ഭയപ്പെടുത്തുന്ന ചില നിയന്ത്രണത്തിൻ്റെ ഘടകങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അത് എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സന്ധ്യയ്ക്ക് വീട്ടിലെത്തണം, പുറത്തിറങ്ങുമ്പോൾ വേറെ ആരും കാണരുത്, നമ്മളൊരു സിനിമയ്ക്ക് പോയാൽ നമ്മുടെ വാപ്പയെ അല്ലെങ്കിൽ അച്ഛനെ അറിയാവുന്ന ആരെങ്കിലും കാണുമോ, ഇനി നമ്മൾ ഉമ്മയുടെ ഒരു സഹായം ചോദിച്ചാലോ, ഉമ്മ ശരിപ്പം നീ പോയിട്ടോ പക്ഷേ വാപ്പ വരുന്നതിന് മുമ്പ് ഇങ്ങ് വരണം എന്ന് പറഞ്ഞാണ് ഉമ്മ പറഞ്ഞു വിടുന്നത്. അല്ലെങ്കിൽ വാപ്പ കടയടച്ചിട്ട് വരുന്നതിന് മുമ്പ് നീ ഓടി വരണേ മോനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പോഴും വാപ്പ എന്ന് പറയുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അങ്ങനൊരു ഭയം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെ തൂക്കിയുണ്ടെന്ന ഭയമല്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ അറിയാതൊരു ഭയമുണ്ട്. ഈ വാപ്പയുണ്ട്, വാപ്പയെ ചുറ്റുപാട് നിയന്ത്രിക്കുന്നവരുണ്ട്. മൂത്ത സഹോദരിമാരുണ്ടെങ്കിൽ ആ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, വാപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, നമ്മളെ തിരിച്ചറിയാവുന്ന അയൽക്കാർ, നാട്ടുകാർ, ഇവരൊക്കെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുടെ ഘടകങ്ങളാണ്. അതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ടുണ്ട്, ഉത്സവം കാണാൻ പോയിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്, കബഡി കളിച്ചിട്ടുണ്ട്, ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ ഒരു ഘടകം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കൗമാരക്കാരെ ആലോചിക്കുമ്പോൾ എവിടെയാണ് നിയന്ത്രണം? ഒരു യുക്തിയുമില്ല, നിയന്ത്രിക്കാൻ ഒരു ഘടകങ്ങളുമില്ല. ആരെയാ ഭയം? പണ്ട് നമ്മുടെ ഒരു 20 വയസ്സിൽ ഒരു പോലീസ് ജീപ്പ് ലൈറ്റ് ഇട്ടുകൊണ്ട് ദൂരേന്ന് വരുന്നത് കണ്ടാൽ നമ്മൾ രാത്രിയാണെങ്കിൽ ഓടി മാറും. ഞാനൊക്കെ 10-24-25 വയസ്സുള്ളപ്പോൾ പോലും പോലീസ് വണ്ടി ദൂരേന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ഭയമാണ്, എന്തോ നമ്മളെ ഭയപ്പെടുന്നത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം ആ ഭയത്തിൻ്റെ ഘടകം പള്ളിക്കൂടത്തിലില്ല, വീട്ടിലില്ല, പിന്നെ ഈ സംവിധാനങ്ങളോടില്ല. പിന്നെന്താണ് അവർക്ക്? രാത്രിയും അവർക്ക് പകലാണ്, പാതിരാത്രിയും അവർക്ക് സ്വാതന്ത്ര്യമാണ്. എല്ലാ അർത്ഥത്തിലും അവർക്ക് സർവ സന്തോഷ സ്വാതന്ത്ര്യ സമത്വ സുന്ദരമാണ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന യുക്തിക്കപ്പുറമുള്ള ഒത്തിരി കാര്യങ്ങൾ വായിക്കേണ്ടി വരുന്നത്. 45 വയസ്സുള്ളവനോടൊപ്പം ഇറങ്ങിപ്പോകുന്ന 15 വയസ്സുകാരിയുടെ പ്രണയത്തെക്കുറിച്ച് എങ്ങനെ പറയാൻ കഴിയും? അതാണോ പ്രണയം?
ഒന്നെങ്കിൽ ആ 45-കാരനോ അല്ലെങ്കിൽ ആ 15-കാരിക്കോ തോന്നേണ്ട ആ വിവേകത്തിൻ്റെയോ നിയന്ത്രണത്തിൻ്റെയോ ചിന്തകളുടെയോ ഒരു അംശം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ താൽക്കാലികമായ ഒരു ആവേശത്തിനാകാതിരിക്കട്ടെ എന്ന് ഞാൻ ഓർക്കുന്നു. ഈ MDMA വേട്ടയുമായി ബന്ധപ്പെട്ടിറങ്ങി പിടിക്കുമ്പോൾ കണ്ടില്ലേ, വാരി 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 ഓരോ സ്ഥലത്തുനിന്ന് പിടിക്കുക. ഒരുത്തൻ പോലീസി എന്നപ്പോൾ പിടിക്കാതിരിക്കാൻ വേണ്ടി MDMA മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങി ഇങ്ങനെ വാരി പിടിക്കുക. ഇന്നിപ്പോൾ ഏതോ ഒരു വലിയ ഗോഡൗൺ, ഇന്നിപ്പോൾ അതിനപ്പുറത്തേക്കും പോയി. ഒരു ആഗോള ഭീകരനായ മാഫിയ തലവനെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. അത് 3-4 സിംഗന്മാരാണ്. കൊളംബിയ ഒക്കെ തേടുന്ന, കൊളംബിയയിലെയൊക്കെ വലിയ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ആളാണത്രേ. ഇത് മുഴുവൻ വരുന്നത് ഗുജറാത്ത് പോർട്ടിലൂടെയാണ്. എത്ര ആയിരം കോടി രൂപയുടെ ചരക്കാണ് വരുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതായാലും നമ്മളെ ഇതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് വർഗീയത, ജാതീയത അല്ലെങ്കിൽ അത്തരം ചില ഘടകങ്ങൾ ഇട്ടെന്ന് കഴിയുമ്പോൾ നമ്മളൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ഈ മയക്കുമരുന്നും അല്ലെങ്കിൽ ഈ പറയുന്ന കൗതുക കേരളത്തിലൊക്കെ ഞെട്ടിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ പായും. അവർക്കറിയാം അത് കൊണ്ടുപോകാൻ. അതാണ് നമ്മുടെ ഒരു ഗതിയും ഗതികേടും.